Hello everyone, welcome to Sahakari Rice Plus. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ സിംപ്ലി ഡയബറ്റിസ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ അണ്ടറിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസീസാണ് എന്ത്? ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡയബറ്റിസ് എന്താണ്, ടൈപ്പുകളുണ്ടല്ലോ, ടൈപ്പ് 1, ടൈപ്പ് 2 അങ്ങനെ ഡയബറ്റിസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് ഡയബറ്റിസ് വരുന്നത്, കോസസ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡയബറ്റിസ് എന്താണെന്ന് അറിയാം. ഓക്കെ, സോ ദിസ് ഇസ് ദ പാർട്ട് 1 ഓഫ് ഡയബറ്റിസ്. ഫസ്റ്റ് വൺ, ഡയബറ്റിസ് മെലിറ്റസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡയബറ്റിസ് എന്ന് പറയുമ്പം സിംപ്ലി ഇതാ ഇത്രയേ ഉള്ളൂ, ഹൈപ്പർഗ്ലൈസീമിയ കണ്ടീഷൻ. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ എന്തായിരിക്കും? ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഹൈ ആയിരിക്കും. ഈ ഒരു കണ്ടീഷനെയാണ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത്. സോ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ ഹൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും. ഓക്കെ, ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്ത് എന്താക്കും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. എന്നിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഈ ഗ്ലൂക്കോസ് നേരെ നമ്മൾ ബ്ലഡിലേക്ക് വരികയാണ്. ഓക്കെ, ബ്ലഡിലിരുന്നാൽ പോരല്ലോ. എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? നമുക്ക് എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡിനകത്ത് ഈ ഗ്ലൂക്കോസ് ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഓരോ സെല്ലിലേക്കും എന്ത് ചെല്ലണം? ഈ ഗ്ലൂക്കോസ് ചെല്ലണം. സെല്ലിനുള്ളിലേക്ക് കയറി അവിടെ ചെന്ന് മെറ്റബലൈസ് ചെയ്തിട്ടാണ് നമുക്ക് എനർജി, അതായത് റെസ്പിറേഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജിയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ചെയ്യണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം? സെല്ലിനുള്ളിലേക്ക് കയറണ്ടേ? അപ്പോൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതായത് നമ്മൾ പാങ്ക്രിയാസിൽ ഹൈലൈറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ഉണ്ട്. അതിൽ ബീറ്റാ സെൽസ് എന്ത് ചെയ്യുമെന്ന് അറിയാം? ബീറ്റാ സെൽസ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. എന്ത് സെക്രീറ്റ് ചെയ്യും? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ഈ ഇൻസുലിൻ ചെന്നിട്ട് സെല്ലുകളിൽ പെർമിസിബിൾ ആക്കും. അതായത് ഇൻസുലിൻ ചെന്ന് ഇപ്പം സെല്ലിനകത്ത് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് കാണും. ഈ റിസപ്റ്റേഴ്സിൽ ഇൻസുലിൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പം എന്ത് പറ്റും? ഇതിനകത്തോട്ട് ഗ്ലൂക്കോസ് കയറും. ഓക്കെ, അങ്ങനെയാണ് ഓരോ സെല്ലിലേക്കും ഈ ഉണ്ടായ ഗ്ലൂക്കോസ്, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതിന് കാരണക്കാരൻ ആരാണ്? ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പം നമ്മളുടെ ബ്ലഡിൽ എപ്പോഴൊക്കെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ അവിടെ ഉണ്ടാകുകയും പാങ്ക്രിയാസിലുള്ള ബീറ്റാ സെൽസ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുകയും ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് എടുക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാമെന്നല്ലേ ഉള്ളൂ, ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട്, ഹൈപ്പർഗ്ലൈസീമിയാണ് ഡയബറ്റിസ് മെലിറ്റസ്. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് ഹൈ ആയിട്ടിരിക്കുവാണെങ്കിൽ എന്തൊക്കെ കൊണ്ടായിരിക്കാം? ഒന്ന്, ഇൻസുലിൻ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മളെ സെല്ലിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല, വേണ്ട എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. രണ്ട്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ബട്ട് ഈ ഇൻസുലിനെ ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസുലിൻ ഈ സെല്ലിനകത്ത് നിന്ന് ബൈൻഡ് ചെയ്യാൻ അവിടെ റിസപ്റ്റേഴ്സ് വേണ്ടേ? ആ റിസപ്റ്റേഴ്സ് ഇൻസുലിനെ അകത്തേക്ക് കയറ്റുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ആ റിസപ്റ്റേഴ്സ് ഇൻസുലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്താലും അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ രണ്ട് രീതിയിലായിരിക്കും എന്ത് സംഭവിക്കുക? ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് സെല്ലിൽ കൂടുന്നത്. ഓക്കെ ആണോ? സോ ഈ ഒരു കണ്ടീഷനാണ് എന്ത്? ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഷുഗറിൻ്റെ എമൗണ്ട് ഹൈ ആണെങ്കിൽ അതിനെയാണ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രോണിക് ഹൈപ്പർഗ്ലൈസീമിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു രോഗമാണോ എന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഈ ഡയബറ്റിസ് ഉള്ളവർക്ക് വരാറുണ്ട്. അസോസിയേറ്റ് ചെയ്ത് കുറേ ഡിസീസസ് അല്ലെങ്കിൽ കുറേ കണ്ടീഷൻസ് വരാറുണ്ട്. ആൻഡ് ഇതിന് കാരണമായിട്ടുള്ളത് പല കാര്യങ്ങളുണ്ട്. അതായത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം ജോയിൻ ചെയ്തിട്ടായിരിക്കും എന്ത് കാണിക്കുക അല്ലെങ്കിൽ എന്ത് കാരണമാവുക? ഈ ഡയബറ്റിസിന് കാരണമാവുക. ഓക്കെ, അപ്പോൾ ഡയബറ്റിസിന് കാരണമായിട്ടുള്ളത് ഒന്നെങ്കിൽ ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ ആയിരിക്കും.
ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ പ്രൊഡക്ഷനിൽ ഡിഫക്റ്റീവ് വരാം, അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ഇൻസുലിനിൽ ഡിഫക്റ്റ് വരാം. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഡയബറ്റിസ് ഉണ്ടാവുന്നത്. ആൻഡ് ഇൻസുലിൻ ഇസ് ആൻ ഹോർമോൺ ദാറ്റ് കൺട്രോൾ ഗ്ലൂക്കോസ്, ഫാറ്റ് ആൻഡ് അമിനോ ആസിഡ് മെറ്റബോളിസം. ഗ്ലൂക്കോസിൻ്റെ, ഫാറ്റിൻ്റെ, അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ, വിച്ച് ഈസ് സെക്രീറ്റഡ് ബൈ ദ ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ്. ഓക്കെ, അപ്പോൾ ഇനി ഡയബറ്റിസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലോങ് ടേം ഡിസീസാണ് വിത്ത് വേരിയബിൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് കാണിക്കാറുണ്ട് കേട്ടോ. പല സിംറ്റംസ് ആണ് ഡയബറ്റിസ്, പല ആൾക്കാർക്കും പല സിംറ്റംസ് കാണിക്കാറുണ്ട്. ആൻഡ് ഈ ക്രോണിക് ആയിട്ടുള്ള ഹൈപ്പർഗ്ലൈസീമിയ, അതായത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷൻ കാരണം ഇപ്പം അതിൻ്റെ കൂടെ, അതായത് ഇപ്പോൾ ഡയബറ്റിസ് ഉള്ളത് കൂടെ അതിൻ്റെ കൂടെ വേറെ വേറെ കണ്ടീഷൻസ് ഉണ്ടാവും. ഒന്ന് കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് കോസ് ചെയ്യും, റീനൽ പ്രോബ്ലംസ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഓക്കുലർ പ്രോബ്ലംസ്, അങ്ങനത്തെ പല പ്രോബ്ലംസും ഇത് കാരണമാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡയബറ്റിസ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ടൈപ്പുകൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് 1 ഡയബറ്റിസ്. അതിനെ നമ്മൾ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കും. എന്താണ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ്, IDDM, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കും. ടൈപ്പ് 1 ഡയബറ്റിസ്. ഇതാണ് ഏറ്റവും സിവിയർ ഫോം ഓഫ് ദ ഡിസീസ് എന്ന് പറയുന്നത് ഡയബറ്റിസ്, ടൈപ്പ് 1 ഡയബറ്റിസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് കോമൺ, ഒരുപാട് കോമൺ അല്ല. ടൈപ്പ് 2നെ കമ്പയർ ചെയ്യുമ്പോൾ ടൈപ്പ് 1 കുറവാണ്, ടൈപ്പ് 2 ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിവിയർ ഫോം ഓഫ് ഡയബറ്റിസ്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും കാണുന്നത് 30 years ഓഫ് ഏജിന് ലെസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലാണ്. കുട്ടികളിലും ഒക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ആണ് ടൈപ്പ് 1 ഡയബറ്റിസ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 2 കാറ്റഗറി വരച്ചില്ലേ. ഒന്നെന്ന് പറയുന്നത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻസുലിന് ആക്ട് ചെയ്യാൻ പറ്റില്ല, ഡിഫക്റ്റീവ് ആയിരിക്കും. ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവാതിരിക്കുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത്. ടൈപ്പ് 1 ഡയബറ്റിസിൽ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ആണ് ഉണ്ടാവാതിരിക്കുന്നത്. അതൊന്നെങ്കിൽ എന്തായിരിക്കും, പാൻക്രിയാസിൻ്റെ ആ സെൽസിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കില്ല, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല. സോ അങ്ങനെ വരുന്ന കണ്ടീഷനാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. അപ്പോൾ ഇൻസുലിൻ നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടി വരും, പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇൻസുലിൻ ഇല്ലാതെ ഗ്ലൂക്കോസ് മാത്രം, ഗ്ലൂക്കോസ് ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ തന്നെ ഇരിക്കുകയാണെന്ന് വെച്ചോ, അതായത് ബ്ലഡ് സെൽസിനകത്ത് അല്ല ബ്ലഡിനകത്ത് ഇരിക്കുകയാണ്. നമ്മളെ സെൽസിന് എന്ത് വേണം, എനർജി വേണം അല്ലേ, എനർജി വേണം. സോ ഇങ്ങനെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഫാറ്റൊക്കെ ഇല്ലേ, നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെയൊക്കെ അവരെന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും. സോ ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഇവരിൽ. എനർജി കിട്ടാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇപ്പം ഉള്ള ഗ്ലൂക്കോസിനെ ലിവർ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതിനെയാണ് ഗ്ലൈക്കോജൻ്റെ ഫോമിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഈ ഗ്ലൈക്കോജനെ ലിവർ സെക്രീറ്റ് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും. ഓക്കെ, എന്നാലും കാര്യമുണ്ടോ, കാരണം അപ്പോഴും ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കൂടും. ബട്ട് സെല്ലിനുള്ളിൽ അവർക്ക് കയറാൻ പറ്റുമോ, ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ സെല്ലിനകത്തുള്ള ഫാറ്റ് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പം കീറ്റോസിസ് വരും. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കീറ്റോസിസ് ഇൻ ദ അൺട്രീറ്റഡ് സ്റ്റേറ്റ്. അൺട്രീറ്റഡ് ആയിട്ട്, അതായത് നമ്മൾ ഇൻസുലിൻ പുറത്തുനിന്ന് കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, എനർജിക്ക് വേണ്ടി നമ്മളുടെ സ്റ്റോർഡ് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് കീറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടൈപ്പ് 1 ഡയബറ്റീസ് ഇസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് കീറ്റോസിസ് ഇഫ് ഇറ്റ് ഈസ് അൺട്രീറ്റഡ്. അത് അൺട്രീറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അൺട്രീറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് കീറ്റോസിസിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിഫക്റ്റീവ് ആണെങ്കിൽ അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഓക്കെ, ആൻഡ് ഇത് കൂടുതലും ചിൽഡ്രനിലും അതേപോലെ 10 to 14 years ഓൾഡിലുള്ള ഗ്രൂപ്പിലെ ആൾക്കാരിലുമാണ് കൂടുതൽ കാണുക, അല്ലെങ്കിൽ യങ് അഡൾട്ടിലും കാണാറുണ്ട്. അപ്പം 30 yearsന് ബിലോ ആയിട്ടുള്ള മിക്ക ആൾക്കാരിലുമാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് കാണുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ കാറ്റബോളിക് ഡിസോർഡർ ഇൻ വിച്ച് സർക്കുലേറ്റിംഗ് ഇൻസുലിൻ ഇസ് വിർച്വലി ആബ്സെൻറ്റ്. അതായത് ഇൻസുലിൻ ഉണ്ടാവില്ല, കാരണം ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, സോ ഇൻസുലിൻ അവിടെ കാണില്ല. പ്ലാസ്മ ഗ്ലൂക്കോഗോണിൻ്റെ എമൗണ്ട് എന്തായിരിക്കും, എലിവേറ്റഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ പാൻക്രിയാസ് എന്ത് ചെയ്യും, ഗ്ലൂക്കോഗോണിനെ റിലീസ് ചെയ്യും. ഗ്ലൈക്കോജനെ എന്താക്കാം, ഗ്ലൂക്കോസ് ആക്കാൻ വേണ്ടി ഗ്ലൂക്കോഗോണിനെ അവർ റിലീസ് ചെയ്യും. സോ അത് കൂടുതലായിരിക്കും.
ഓക്കെ, പക്ഷേ ബീറ്റാ സെൽസിന് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വരുന്നതിനാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. സോ ഇവിടെ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ആണ് ഡിഫക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിഫക്റ്റീവ് ആണ്. ക്ലിയർ? ബീറ്റാ സെൽസിന് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പാങ്ക്രിയാറ്റിക് ബീറ്റാ സെൽസ് ഫെയിൽ ടു റെസ്പോണ്ട് ടു ഓൾ ഇൻസുലിനോജനിക് സ്റ്റിമുലൈ. ഇനി ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേത് എന്താണ്, ഇൻസുലിൻ ഉണ്ട് ബട്ട് എന്ത് സംഭവിക്കുന്നില്ല, സെൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. സോ ഇറ്റ് ഈസ് മച്ച് മോർ കോമൺ ദാൻ ടൈപ്പ് 1 ഡയബറ്റിസ്. ടൈപ്പ് 1-നേക്കാളും ടൈപ്പ് 2 ആണ് കൂടുതൽ കാണാറുള്ളത്, കോമൺ ആയിട്ട് കാണുന്നത്. അതിന് പല ഡിസ്കവേർഡ് ബൈ ചാൻസ് ആയിട്ടാണ്, ഓഫൻ ഡിസ്കവേർഡ് ബൈ ചാൻസ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ് typically gradual in onset and occurs mainly in the middle aged and elderly people ആണ് ഇത് കൂടുതൽ കാണുന്നത്. ആൻഡ് ഇതിനകത്ത് കീറ്റോസിസ് മൈൽഡ് അല്ലെങ്കിൽ സ്ലോ ടു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ കീറ്റോസിസ് വരും. മറ്റേ ടൈപ്പ് 1-ൽ കീറ്റോസിസ് ഇപ്പോൾ അൺട്രീറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണെങ്കിൽ കീറ്റോസിസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കീറ്റോസിസ് അധികം വരത്തില്ല. അതേപോലെ ലോങ് സർവൈവലും വരും. ഓക്കെ, അപ്പോൾ അതാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസിൽ എങ്ങനെയാണ്, നമുക്ക് ഒന്നുകൊണ്ട് നോക്കാം. ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഇൻസുലിൻ ഉണ്ട്, ബട്ട് സെല്ലിൽ ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഇൻസുലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പം ഐഡൻറ്റിഫൈ ചെയ്താലല്ലേ ഗ്ലൂക്കോസ് അകത്തോട്ട് കയറത്തുള്ളൂ, ഇത് ചെയ്യുന്നില്ല. ആ റിസപ്റ്റേഴ്സിന് ഇൻസുലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഗ്ലൂക്കോസിന് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. സോ ദാറ്റ് ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ എന്തായിരിക്കും, ഹൈ ആയിട്ട് ഇരിക്കും. ഓക്കെ, സോ ഇതാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. ഇനി ഗസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ട്. അതായത് നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലരിൽ കാണുന്ന ഒരു ഫിനോമിനനാണ്. അതായത് അതുവരെ അവർക്ക് നോർമൽ ഷുഗർ ലെവലായിരിക്കും, ബട്ട് പ്രഗ്നൻസി ടൈമിൽ അവർക്ക് എന്ത് സംഭവിക്കും, ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്, എബോവ് ദ നോർമൽ റേഞ്ച്. ബട്ട് ബിലോ ദോസ് ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റിസ് ഒക്കറിങ് ഡ്യൂറിങ് പ്രഗ്നൻസി. അതായത് ഹൈപ്പർഗ്ലൈസീമിയ കണ്ടീഷൻ ആയിരിക്കും. അതെന്ന് വെച്ചാൽ എന്താണ്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് നോർമലിനേക്കാളും ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ മാത്രമായിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്, അതായത് ജസ്റ്റേഷണൽ ടൈമിൽ മാത്രമായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ ഹൈ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്, അതിനെയാണ് എന്തെന്ന് വിളിക്കുക, ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് വിളിക്കാം. വുമൺ വിത്ത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ആർ അറ്റ് ആൻ ഇൻക്രീസ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി. ഓക്കെ, അതേപോലെ their children are also increased risk of type 2 diabetes in the future. ഫ്യൂച്ചറിൽ ടൈപ്പ് 2 ഡയബറ്റിസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇവർക്ക് ആക്ച്വലി അവർക്ക് ഡയബറ്റിസ് ആയിട്ടില്ല, അതായത് ഡയബറ്റിക് ലെവലിലേക്ക് എത്തിയിട്ടില്ല, ബട്ട് നോർമലിനേക്കാളും കുറച്ച് കൂടാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതായത് ട്രിമ്മിൽ നിൽക്കുക എന്ന് നമ്മൾ പറയില്ല, അതാണ്. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇന്റർമീഡിയറ്റ് അറ്റ് റിസ്ക് ഗ്രൂപ്പ് ബിറ്റ്വീൻ ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് നോർമാലിറ്റി. നോർമലിനും ഡയബറ്റിസ് മെലിറ്റസിനും ഇടയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കറക്റ്റ് അതിൻ്റെ ബോർഡർ നിൽക്കുന്നതെന്ന് പറയില്ലേ, അതിനെയാണ് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അത് നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രം അല്ലെങ്കിൽ സിൻഡ്രം എക്സ്. സോ സിൻഡ്രം എക്സ് എന്ന് പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്നാണ് ഈ സിൻഡ്രം എക്സ് എന്ന് പറയുന്നത്. അതായത് ഒബീസ് ആയിട്ടുള്ള പേഷ്യൻറ്റ് ഇഫ് ദേ ആർ ഹാവിങ് ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുമ്പം അവർക്ക് എന്തായിരിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അവരുടെ സെൽസിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും അവരതിന് റിയാക്ട് ചെയ്യില്ല. സോ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് അവർക്കുള്ളതെങ്കിൽ അവർക്ക് എന്താ കാണും, ഒന്ന് ഹൈപ്പർഗ്ലൈസീമിയ കാണും, അതിൻ്റെ കൂടെ അവർക്ക് എന്ത് കാണും, ഡിസ്ലിപ്പിഡീമിയ, ഹൈപ്പർ ടെൻഷൻ എല്ലാം കൂടെ കാണും. സോ ഇതെല്ലാം കാരണം അവർക്ക് എന്താവും, കൊറോണറി ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ഇതെല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. So in obese patients with type 2 diabetes, the association of hyperglycemia, hyperinsulinemia, dyslipidemia and hypertension which can lead to coronary artery disease and stroke. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ജനറ്റിക് ഡിഫക്റ്റ് ആയിരിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻറ്റിന് കാരണമായിട്ടുള്ള ഒരു ജനറ്റിക് ഡിഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒബിസിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാവാം. അപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് ഇങ്ങനെ പല സിംറ്റംസ്, അതായത് ഒബിസിറ്റി കാരണം അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ലെവലുണ്ട്, ഹൈ ബ്ലഡ് പ്രഷറുണ്ട്, പിന്നെ
ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻറ്റും ആണ് ഒബിസിറ്റും ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഹൈ ഷുഗർ ലെവലും കാണും. അപ്പോൾ ഇറ്റ് ഹാസ് പ്രൊപ്പോസ് ദാറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് predisposed to hyperglycemia which result in hyperinsulinemia which may or may not be of sufficient magnitude to correct hyperglycemia, and this excessive insulin level then contribute to high level of triglycerides and increased sodium retention by renal tubules, thus inducing hypertension. എങ്ങനെയാണ് അത് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നോക്കി, അതായത് നമ്മൾ ഹൈപ്പർഗ്ലൈസീമിയ ഉള്ളൊരു കണ്ടീഷൻ. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് കൂടുതലായിരിക്കും. ആൻഡ് ഗ്ലൂക്കോസ് കൂടുതലാകുമ്പോൾ എന്ത് പറ്റും, പാങ്ക്രിയാസ് ഇങ്ങനെ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഹൈ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഹൈ ആയിട്ട് നിൽക്കും. അപ്പോൾ പാങ്ക്രിയാസ് എന്ത് ചെയ്യും, പാങ്ക്രിയാസ് എന്നിട്ട് ബീറ്റാ സെൽസിനോട് പറയും എന്താണ്, ഇൻസുലിൻ അങ്ങോട്ട് സെക്രീറ്റ് ചെയ്യാൻ. അപ്പം ഇൻസുലിൻ സെക്രീറ്റ് ചെയ്തു. പക്ഷേ ഈ ഇൻസുലിനെ സെല്ല് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സെല്ല് എന്താണ്, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. സെല്ല് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയുമോ? ഇല്ല. സോ ഗ്ലൂക്കോസ് കൂടിയിരിക്കുമ്പോൾ പിന്നെ എന്ത് പറ്റും, പാങ്ക്രിയാസ് അറിയും ബീറ്റാ സെൽസിനോട് സെല്ല് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാൻ. സോ ദാറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻസുലിൻ ഓൾസോ ഇൻക്രീസസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ ഇൻസുലിൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂടുകയാണ്. ഗ്ലൂക്കോസ് കുറയുന്നത് വരെ എന്ത് ചെയ്യും, ഈ പാങ്ക്രിയാസ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. സോ ബ്ലഡിൽ നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നിൽക്കുക. ഹൈപ്പർഗ്ലൈസീമിയ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, ഇൻസുലിൻ്റെ എമൗണ്ടും അങ്ങ് കൂടും, ഹൈപ്പർ ഇൻസുലിനീമിയയും വരും. ഓക്കെ, ഈ ഇൻസുലിൻ്റെ എമൗണ്ട് കൂടുമ്പം അതുവഴി എന്ത് പറ്റും, ലെവൽ ഓഫ് ട്രൈഗ്ലിസറൈഡ്സ്, ഫാറ്റ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ എമൗണ്ടും കൂടും. അതുവഴി സോഡിയം റിട്ടൻഷൻ, അതായത് റീനൽ ട്യൂബ്യൂൾസിൽ സോഡിയം എന്ത് ചെയ്യും, റിട്ടൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ പിന്നെയും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. സോ അതുവഴി എന്താ, അപ്പോൾ സോഡിയത്തിൻ്റെ എമൗണ്ട് എന്ത് പറ്റി, ബ്ലഡിൽ കൂടി. സോ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഹൈപ്പർ ടെൻഷൻ. ഇങ്ങനെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ വരുന്നത്. സോ ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് കാരണം പല ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ട് പല കണ്ടീഷൻ വരുന്നതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രം എന്ന് വിളിക്കുന്നത്. അതാണ് സിൻഡ്രം എക്സ്. ഇപ്പം എങ്ങനെയാണ് അത് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഡയബറ്റിസ് കാരണം എന്തൊക്കെ പ്രോബ്ലം ആണ് വേൾഡ് വൈഡ് വരുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഡയബറ്റിസ് 1, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ക്ലിയർ ആണല്ലോ. ടൈപ്പ് 1 പ്രൊഡക്ഷനിൽ വരുന്ന ഡിഫക്റ്റ് ആണെങ്കിൽ ടൈപ്പ് 2 എന്താണ്, റെസിസ്റ്റൻ്റ് ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് സെൽ അതിന് റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ വേൾഡ് വൈഡുള്ള പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഡയബറ്റിസ് ഈസ് ആൻ ഐസ്ബർഗ് ഡിസീസ് ആണ്. അത് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ, ഇത്രയും ഭാഗ്യവും കാണിക്കുന്നുള്ളൂ. ബട്ട് ആക്ച്വലി അത് വളരെ വലുതാണ്. അകത്ത് വളരെ വലിയ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. സോ ഓൾദോ ഇൻക്രീസ് ഇൻ ബോത്ത് പ്രിവലൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റിസ് ഹാവ് occurred globally. They have been especially dramatic in society in economic transition. അതായത് ന്യൂലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ്, അതേപോലെ ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഈ ടൈപ്പ് 2 ഡയബറ്റിസ് കാണുന്നത്. അതായത് ന്യൂലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രീസിലാണ് ഈ ടൈപ്പ് 2 ഡയബറ്റിസ് കുറച്ചുകൂടെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഓക്കെ, ആൻഡ് അൺഫേവറബിൾ മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് സ്റ്റൈലും ഡയറ്ററി ഹാബിറ്റും ആണ് മെയിനായിട്ടും അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ ഈ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എണ്ണം കൂടാൻ കാരണമായിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡയബറ്റിസ്. ഏതൊക്കെയാണ്? ഒന്ന്, മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ, അൺഫേവറബിൾ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ. 2, ഡയറ്ററി ഹാബിറ്റ്സ്. ഓക്കെ, ഇനി ദ പ്രിവലൻസ് ഓഫ് ഡയബറ്റീസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ട്വൈസ് ഇൻ അർബൻ ഏരിയ ദാൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയെക്കാളും അർബൻ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് കാണിക്കുന്നത്. ആൻഡ് ഡയബറ്റിക് പേഷ്യൻറ്റ് ഇഫ് നമ്മൾ അൺഡയഗ്നോസ് ചെയ്യാതെ അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവർക്ക് പല കോംപ്ലിക്കേഷൻസ് വരും. നമ്മൾ നേരത്തെ കണ്ട പോലെ കൊറോണറി ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് പോലത്തെ പല മൾട്ടിപ്പിൾ ക്രോണിക് കോംപ്ലിക്കേഷൻസ് അവർക്ക് വരികയും അതുവഴി ഡിസബിലിറ്റി കോസ് ചെയ്യുക അല്ലെങ്കിൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദാറ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞതിൽ മേജർ 1 ആണ് കൊറോണറി ഹാർട്ട് ഡിസീസും സ്ട്രോക്കും. സോ കൊറോണറി ഹാർട്ട് ഡിസീസ് ആൻഡ് സ്ട്രോക്ക് ആർ മോർ കോമൺ ഇൻ ഡയബറ്റിക് ദാൻ ഇൻ ദ ജനറൽ പോപ്പുലേഷൻ. അപ്പം ഡയബറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് കൊറോണറി ഹാർട്ട് ഡിസീസും സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഡയബറ്റീസ് ഈസ് ലിസ്റ്റഡ് ആസ് ദ 5 most important determinant of cardiovascular disease. cardiovascular diseasesന്റെ കാരണങ്ങളിൽ ഡയബറ്റീസ് എന്താണ് 5ൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഏഷ്യയുടെ കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ്, ഇപ്പം ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ന്യൂറോപ്പതി, അതായത് പെരിഫറൽ ന്യൂറോപ്പതി കോസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ നെർവ് ഡാമേജ് കോസ് ചെയ്യും.
അതായത് നമ്മളെ കൈയും കാലിലും അല്ല നെർവ് ഡാമേജ് ഉണ്ടാവുകയും പിന്നെ നെർവ് ഡാമേജ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നമ്മളെ കാലിലോട്ട് പോവില്ല. സോ ഇറ്റ് ക്യാൻ കോസ് ഫീറ്റ് അൾസേഴ്സ് കോസ് ചെയ്യാറുണ്ട്. സോ അത് സിവിയർ ആയി കഴിയുമ്പോഴത്തേക്കിന് പലരിലും ലിംഫ് ആംബ്യൂട്ട് ചെയ്ത് കളയാറുണ്ട്, മുറിച്ച് മാറ്റേണ്ടി വരാറുണ്ട്. സോ അത് ഈ ഒരു ഡയബറ്റീസിൻ്റെ ഒരു അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻ ആണ് കേട്ടോ. സോ ലോവർ ലിംബ് ആംപ്യൂട്ടേഷൻ ആർ അറ്റ്ലീസ്റ്റ് 10 times more common in diabetic than in non-diabetic individual in developed countries. അപ്പോൾ മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇപ്പോൾ നമ്മൾ ലിംഫ് ആംബ്യൂട്ട് ചെയ്ത മൊത്തം കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ 50% എന്തായിരിക്കും ഈ ഡയബറ്റിസ് വന്നിട്ട് അതുവഴി കാല് മുറിച്ച് കളയപ്പെടേണ്ടി വന്നവരുടെ ആയിരിക്കും. ഓക്കെ, സോ മോർ ദാൻ ഹാഫ് ഓഫ് ഓൾ നോൺ ട്രോമാറ്റിക് ലോവർ ലിംഫ് ആംബ്യൂട്ടേഷൻസ് ആർ ഡ്യൂ ടു ഡയബറ്റിസ്. ഓക്കെ, ഇനി മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇൻ പ്രഗ്നൻറ്റ് ഡയബറ്റിക് വുമൺ വരാറുണ്ട്. അതായത് ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് പ്രഗ്നൻസി സമയത്ത് നമുക്കുണ്ടാകുന്ന ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കാരണവും ഈ പ്രഗ്നൻസിക്കും അതേപോലെ കുട്ടിക്കും എന്തുണ്ടാവാറുണ്ട് റിസ്ക് കോസ് ചെയ്യാറുണ്ട്. ഈ അബോർഷൻ റേറ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉള്ള സമയത്ത്. അതേപോലെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്തും ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് എപ്പിഡമോളജിക്കൽ ഡിറ്റർമിനൻസ് നോക്കാം, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം, അല്ലെങ്കിൽ കോസ് ഓഫ് ഡയബറ്റിസ് നോക്കാം. സോ ഫസ്റ്റ് വൺ ഏജൻസ് നമ്മൾ നോക്കാൻ പോവാണ്. സോ ദ അണ്ടർലൈങ് കോസ് ഓഫ് ഡയബറ്റിസ് ഇസ് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആയിരിക്കും, വിച്ച് ഈസ് അബ്സല്യൂട്ട് ഇൻ ടൈപ്പ് 1 ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിസിൽ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്, കാരണം ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ടൈപ്പ് 2ൽ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, ബട്ട് നമ്മൾ സെൽ അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെല്ല് റെസിസ്റ്റൻ്റ് ആണെന്നേ ഉള്ളൂ. സോ അത് പാർഷ്യൽ എന്ന് മാത്രമേ നമുക്കതിനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പല മെക്കാനിസം കൊണ്ടായിരിക്കും ഈ ഒരു ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുന്നത്. ഒന്ന് പാങ്ക്രിയാറ്റിക് ഡിസോർഡേഴ്സ് കാരണം, അതായത് പാങ്ക്രിയാസിലെ ഇൻഫ്ലമേഷൻ, നിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ അതർ ഡിസോർഡേഴ്സ് കാരണം, ലൈക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൽസിനകത്ത് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനകത്തൊക്കെ മ്യൂക്കസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ ബീറ്റാ സെൽസിൽ അങ്ങനെ മ്യൂക്കസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് കറക്റ്റ് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് സിസ്റ്റിക് ഫൈബ്രോസിസും എന്തിന് കാരണമാവാറുണ്ട്, ഡയബറ്റിസിന് കാരണമാവാറുണ്ട്, അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കാരണമാവാറുണ്ട്. സോ പാങ്ക്രിയാറ്റിക് ഡിസോർഡേഴ്സ് വഴി ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിഫക്റ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോട്ടീൻ. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അതിനകത്ത് 2 പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ആണ് വരുന്നത്. 2 സബ് യൂണിറ്റ്സ് ആണ് ഈ ഇൻസുലിനകത്തുള്ളത്, ആൽഫ ആൻഡ് ബീറ്റ സബ് യൂണിറ്റ്സ്. ഈ 2 പ്രോട്ടീൻ്റെ സബ് യൂണിറ്റും ഒന്നിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹോർമോൺ ഉണ്ടാവുന്നത്. സോ ഈ സിന്തസൈസ് ചെയ്യുമ്പോൾ അബ്നോർമാലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, ഒരെണ്ണം ഈ ഇൻസുലിൻ്റെ ഒരു സബ് യൂണിറ്റ് കറക്റ്റായിട്ട് ഫോം ചെയ്യും, അടുത്തത് കറക്റ്റായിട്ട് ഫോം ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഇൻസുലിൻ ഉണ്ടാവുമോ? ഇല്ല. സോ ഇൻസുലിൻ്റെ ആ ഒരു കറക്റ്റ് ഫോർമേഷൻ ഉണ്ടായില്ലെങ്കിലും എന്ത് സംഭവിക്കും, ഇങ്ങനെ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കില്ല. സോ ഡിഫക്റ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇൻസുലിൻ. സോ സിന്തസിസ് ഓഫ് ആൻ അബ്നോർമൽ ബയോളജിക്കലി ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ മോളിക്യൂൾ. ഇനി ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഡിസ്ട്രക്ട് ചെയ്യാണ് യൂസിങ് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാരണോ അല്ലെങ്കിൽ കെമിക്കൽ ഏജൻറ്റോ ഉണ്ടോ ബീറ്റാ സെൽസിൽ ഡിസ്ട്രക്ഷൻ വന്നാലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇനി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളെ സെൽസിന് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അവർക്ക് ഇൻസുലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ, അതിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ആ സെൻസിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, അവർക്ക് റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ റിസപ്റ്ററിന് ഇൻസുലിനെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടും എന്ത് സംഭവിക്കാറുണ്ട്, ഡയബറ്റിസ് കോസ് ചെയ്യാറുണ്ട്. ഇനി ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ട്, ചിലർക്ക് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇൻസുലിൻ ഇസ് എ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജീൻസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാണും, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ കാണും. പിന്നെ അടുത്ത ഒരു കോസാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മളുടെ തന്നെ ഡിഫൻസ് സിസ്റ്റം എന്ത് ചെയ്യും, നമ്മളെ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്ത് പറ്റും, ഈ ബീറ്റാ സെൽസിനെയൊക്കെ ചെന്നിട്ട് നമ്മൾ തന്നെ ഡിഫൻസ് സെൽസ് എന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇൻസുലിൻ കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ഇനി ഹോസ്റ്റ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഏജൻസ് നമ്മൾ മെയിനായിട്ടും ഇൻസുലിൻ്റെ കാര്യമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഹോസ്റ്റ് ഫാക്ടർ. ഇനി
നമ്മളുടെ എന്തൊക്കെ കാരണം കൊണ്ടാവാം? ഒന്ന് ഏജ്, നേരത്തെ പറഞ്ഞു ടൈപ്പ് 1 എന്ന് പറയുന്നത് ഒരു 30 അല്ലെങ്കിൽ 40 ഇയേഴ്സിന് ബിലോ ആയിട്ടുള്ള ആൾക്കാരിലാണ് ടൈപ്പ് 1 ഡയബറ്റിസ് കാണുന്നത്. വേറെ ടൈപ്പ് 2 നോക്കുകയാണെങ്കിൽ അത് എല്ലാവരിലും കാണാനുള്ള ചാൻസ് ഉണ്ട് അറ്റ് എനി ഏജസ്. ആൻഡ് കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് 30 അല്ലെങ്കിൽ 40 ഏജിന് എബോ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ടൈപ്പ് 2 വരാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി നമ്മളിപ്പം മാൽ ന്യൂട്രീഷൻ, അതായത് യങ് പീപ്പിളിൽ പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസ് കിട്ടിയിട്ടുണ്ടായില്ലെങ്കിലും ഈ ഡയബറ്റിസ് വരാറുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് യൂഷ്വലി കംസ് ടു ലൈറ്റ് ഇൻ ദ മിഡിൽ ഇയർ ഓഫ് ലൈഫ്. അതായത് ആ ഒരു 40 അല്ലെങ്കിൽ 30 ആ ഒരു ഏജിലായിരിക്കും നമുക്ക് ടൈപ്പ് 2 വരുന്നത്. ആൻഡ് ദെയർ ആഫ്റ്റർ ബിഗിൻസ് ടു റൈസ് ഇൻ ഫ്രീക്വൻസി. മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റിസ് അഫക്ട് ലാർജ് നമ്പർ ഓഫ് യങ് പീപ്പിൾ. ഇനി സെക്സ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിലും മെയിൽസിനും, അല്ലെങ്കിൽ ഫീമെയിൽസിന് മാത്രം മെയിൽസിന് മാത്രം അങ്ങനെയൊന്നുമില്ല, ഫീമെയിൽസിലും മെയിൽസിലും ഒരേപോലെ എന്ത് വരാറുണ്ട്? ഡയബറ്റിസ് വരാറുണ്ട്. ഇനി ജനറ്റിക് ഫാക്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ജനറ്റിക്കലി, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻസുലിൻ്റെ ജീൻസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരുവാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഡയബറ്റിസ്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ജനറ്റിക് ഫാക്ടേഴ്സൊന്നും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതിനുവേണ്ടിയാണ് ഒരു സ്റ്റഡി നടത്തിയ ട്വിൻ സ്റ്റഡീസ് നോക്കുന്ന സമയത്ത് ഐഡൻറ്റിക്കൽ ട്വിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ ഡെവലപ്പ് ടൈപ്പ് 2 ഡയബറ്റിസ്. കോൺകറൻസ് വാസ് അപ്രോക്സിമേറ്റ്ലി 90%. രണ്ടുപേർക്കും വരാനുള്ള ചാൻസ് 90% ആണ്. അപ്പം അല്ലാതെ ജനറ്റിക് ഫാക്ടേഴ്സ് വേറൊന്നിലും വരുന്നില്ല കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ജനറ്റിക്, അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ജീൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും വരിക. ഇനി ജനറ്റിക് മാർക്കേഴ്സ് ആണ്. അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് HLA, അതായത് ഹ്യൂമൻ ലൂക്കോസൈറ്റ് ഏജന്റ്. ആ ഒരു അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള B8 ആണ് കേട്ടോ. B8ഉം അതേപോലെ B15 മാർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ആ മാർക്കേഴ്സ് ഉള്ളവർക്ക് എന്ത് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് ഡിഫക്റ്റ് ആണെങ്കിൽ എന്ത് വരാറുണ്ട്? ഈ ഡയബറ്റിസ് വരാറുണ്ട്. ആൻഡ് മോർ പവർഫുൾ വിത്ത് HLA, DR3 ആൻഡ് DR4. അപ്പോൾ ഹൈ റിസ്ക് ഓഫ് ടൈപ്പ് 1 ഡയബറ്റിസ് ഈസ് ക്യാരിഡ് ബൈ ഇൻഡിവിജ്വൽസ് വിത്ത് DR3 ആൻഡ് DR4. അതായത് DR3യും DR4ഉം ഉള്ളവർക്ക് എന്താണ്? ഹൈ റിസ്ക് ആണ്, ഡയബറ്റിസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഈ ഒരു കാരണം, അതായത് ഈ ജനറ്റിക് മാർക്കേഴ്സ് മെയിനായിട്ടും ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസിലാണ് കാണുന്നത്. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസിൽ ഈ ഒരു ജനറ്റിക് മാർക്കേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അധികം ഇല്ല. അതേപോലെ ടൈപ്പ് 2 ഡയബറ്റിസ് ഈസ് നോട്ട് HLA അസോസിയേറ്റഡ്. HLA അസോസിയേറ്റഡ് അല്ല ടൈപ്പ് 2 ഡയബറ്റിസ്. ഇനി ഒബിസിറ്റി ആണ് അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഒബിസിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ടും ഈ സെൻട്രൽ അഡിപ്പോസിറ്റി, അതായത് നമ്മളുടെ വേസ്റ്റ് പോർഷൻസിലും, അതായത് നമ്മളുടെ ആ ഹിപ്പ് വേസ്റ്റ് ആ ഒരു പോർഷൻസിൽ ഫാറ്റ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ദ റിസ്ക് ഓഫ് ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസിന് കാരണമാവാറുണ്ട്. അതായത് നമ്മളെ സെൻട്രൽ അഡിപ്പോസിറ്റി വരികയാണെങ്കിൽ, അതായത് ഹിപ്പ് വേസ്റ്റ് ആ ഒരു പോർഷനിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ടൈപ്പ് 2 ഡയബറ്റിസ്. ഓക്കെ, and central obesity is also an important determinant of insulin resistance, the underlying abnormality in type 2 diabetes. അപ്പം ഒബിസിറ്റി എന്തിനുമായിട്ട് റിലേറ്റ് ചെയ്തും ഇൻസുലിൻ റെസിസ്റ്റൻറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് അതിന് മെയിനായിട്ട്. ടൈപ്പ് 2 ഡയബറ്റിസിൻ്റെ ഒരു മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നതാണ് ഈ സെൻട്രൽ ഒബിസിറ്റി. ഓക്കെ, ഇനി ടൈപ്പ് 1 ഡയബറ്റിസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒബിസിറ്റി അത്ര റോള് കാണിക്കുന്നില്ല. കാരണം അതെന്താണ്? പാങ്ക്രിയാസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണല്ലേ. സോ അത് ഈ ഒബിസിറ്റി ആയിട്ട് വലിയ റോള് വരുന്നില്ല. ഇനി മെറ്റേണൽ ഡയബറ്റിസ് ആണ് അടുത്തത്. നേരത്തെ പറഞ്ഞ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ആണ് ഈ മെറ്റേണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതായത് കുട്ടി ഉണ്ടാവുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മമാരിൽ എന്തുണ്ടാവുകയാണ്, ഡയബറ്റിസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കുട്ടികളിലേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ കുട്ടികളില്ലേ, അതായത് ഡയബറ്റിക് പ്രഗ്നൻസി ഇൻക്ലൂഡിങ് ജസ്റ്റേഷണൽ പ്രഗ്നൻസി ഉള്ള ആ കുട്ടികൾ ഇഫ് ദേ ആർ ലാർജ് ആൻഡ് ഹെവി അറ്റ് ബർത്ത്, വലിയ കുട്ടികളാണ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള വലിയ ലാർജ് വെയിറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഒബിസിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ടൈപ്പ് 2 ഡയബറ്റിസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ആൻഡ് മെറ്റേണൽ ഡയബറ്റിസ് വിത്ത് അസോസിയേറ്റഡ് വിത്ത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആൻഡ് ലോ ബർത്ത് വെയിറ്റ് when associated with rapid growth catch-up later on appear to increase the risk of subsequent diabetes in the child. അതായത് മെറ്റേണൽ ഡയബറ്റിസ് ഉള്ള സമയത്ത് കുട്ടികൾക്ക് ചില സമയത്ത് ലോ ബർത്ത് വെയിറ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ, ഗ്രോത്ത് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് വരാറുണ്ട്. സോ അവർക്ക് പിന്നെ പെട്ടെന്ന്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന്
വെയിറ്റ് റീഗെയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ റാപ്പിഡായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ ഡയബറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്, അതായത് നമ്മൾ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയാണെങ്കിലും ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 2 ആണ് കേട്ടോ. ടൈപ്പ് 1ഉം ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലുമായിട്ട് അത്ര ഇമ്പാക്റ്റ് വരുന്നില്ല. അപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കാരണം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ലൈക്ക് ലാക്ക് ഓഫ് എക്സസൈസ് വരുവാണെങ്കിൽ അത് നമ്മളുടെ ഇൻസുലിൻ ആൻഡ് റിസപ്റ്ററിൻ്റെ ഇൻട്രാക്ഷനെ അത് ആഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് വരാനുള്ള അല്ലെങ്കിൽ ഇമ്പയർഡ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് വരാനുള്ള, അതായത് എന്താ അതിൻ്റെ അർത്ഥം, നമുക്ക് ട്രിമ്മിലായിരിക്കും നമ്മൾ നിൽക്കുക, ഉടനെ തന്നെ നമുക്ക് ഡയബറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ദെയർ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ആൻഡ് ഇൻസുലിൻ ലെവൽ എന്തായിരിക്കും, ഹൈ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, സോ അതുകൊണ്ട് higher proportion of saturated fatty acid in serum lipid or muscle phospholipid has been associated with higher fasting insulin, lower insulin sensitivity and higher risk of type 2 diabetes. ഇനി higher unsaturated fatty acids from vegetable source and polyunsaturated fatty acid നമ്മൾ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ടൈപ്പ് 2 ഡയബറ്റിസ്. അതായത് നമ്മൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും, ടൈപ്പ് 2 ഡയബറ്റിസിൻ്റെ റിസ്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡയറ്ററി ഫൈബേഴ്സ് ആണ്. ഡയറ്ററി ഫൈബേഴ്സിൻ്റെ ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത് അവർക്ക് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ ഇവർക്ക് റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബ്ലഡിലേക്ക് പോകുന്നത് അവർക്ക് ബ്ലഡിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ ആർക്ക് പറ്റും, ഡയറ്ററി ഫൈബേഴ്സിന് പറ്റും. സോ ഹൈ ഇൻടേക്ക് ഓഫ് ഡയറ്ററി ഫൈബേഴ്സ് ഹാസ് ബീൻ ഷോൺ ടു റിസൾട്ട് ഇൻ റെഡ്യൂസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ഇൻസുലിൻ ലെവൽ. അത് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിലും ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ഉള്ള ആൾക്കാരിലും ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. പിന്നെ വരുന്നതാണ് മാൽന്യൂട്രിഷൻ. അതായത് നമ്മൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രിഷൻ, നമുക്ക് വേണ്ട അളവിൽ പ്രോട്ടീനും എനർജിയും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതും എന്തിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്, ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. സോ മാൽന്യൂട്രീഷൻ ഇൻ ഏർലി ഇൻഫൻസ് ആൻഡ് ചൈൽഡ്ഹുഡ് മേ റിസൾട്ട് ഇൻ പാർഷ്യൽ ഫെയിലിയർ ഓഫ് പാങ്ക്രിയാറ്റിക് ബീറ്റാ സെൽ ഫംഗ്ഷൻ. അങ്ങനെ ബീറ്റാ സെൽസിൻ്റെ ഡാമേജ് കാരണം നമുക്ക് എന്ത് കോസ് ചെയ്യും, ഡയബറ്റിസ് കോസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ആൽക്കഹോളാണ്. എക്സസ് ആയിട്ട് ആൽക്കഹോൾ ഇൻടേക്ക് വരുന്നത് വഴി നമുക്ക് ഡയബറ്റിസ് കോസ് ചെയ്യും. അത് നമ്മൾ പാങ്ക്രിയാസ് ആൻഡ് ലിവറിൽ ഡാമേജ് ഉണ്ടാവുകയും അത് കാരണമാണ് നമുക്ക് ഇൻസുലിൻ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും. സോ അങ്ങനെ ആൽക്കഹോൾ കൺസപ്ഷൻ കാരണം എന്തുണ്ടാകും, ഡയബറ്റിസ് വരും. പിന്നെ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്. വൈറൽ ഇൻഫെക്ഷനിൽ റുബെല്ല, മംസ് ആൻഡ് ഹ്യൂമൻ കോക്സാക്കി വൈറസ് ആണ് മെയിനായിട്ടും ഈ നമ്മൾ പാങ്ക്രിയാസിൽ അഫക്റ്റ് ചെയ്യുകയും അതുവഴി ഇൻസുലിൻ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യുന്നത്. സോ വൈറൽ ഇൻഫെക്ഷൻ മേ ട്രിഗർ ഇൻ ഇമ്മ്യൂണോജെനിക്കലി സസെപ്റ്റബിൾ പീപ്പിൾ എ സീക്വൻസ് ഓഫ് ഇവൻറ്റ് റിസൾട്ടിങ് ഇൻ ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ. ബീറ്റാ സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി കെമിക്കൽ ഏജൻസ് ആണ്. അതായത് ലൈക്ക് സയനൈഡ് പോലത്തെ കെമിക്കൽ ഏജൻസ് കാരണം നമുക്ക് ബീറ്റാ സെൽസിന് ടോക്സിക് ആണ്. സോ ബീറ്റാ സെൽസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല അല്ലേ, അപ്പോൾ ഡയബറ്റിസ് വരും. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള, അതായത് ബീറ്റാ സെൽസിന് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ, കെമിക്കൽ ഏജൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ ഡയബറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കസാവ ആൻഡ് സർട്ടൻ ബീസ് ദേ കണ്ടെയ്ൻ സയനൈഡ്. അവർക്ക് സയനൈഡ് ഉണ്ട്. സയനൈഡ് ഈസ് വൺ ഓഫ് ദ ടോക്സിക് ഏജൻറ്റ്. ഓക്കെ, ഇനി സ്ട്രെസ്സാണ്. സർജറി, ട്രോമ ആൻഡ് സ്ട്രെസ് ഓഫ് സിറ്റുവേഷൻ, ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേർണൽ സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് ഡയബറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതർ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ high or low rate of diabetes has been linked to number of social factors like occupation, marital status, religion, economic status, education, urbanization, change in the lifestyle. ഇതെല്ലാം എന്തിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ ഡയബറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം അല്ലേ ഇന്ന് പഠിച്ചാൽ. നമ്മളിന്ന് ആകെ പഠിച്ചത് ഡയബറ്റിസ് മെലിറ്റസ് എന്താണെന്ന്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ആൻഡ് ദെയർ റിസ്ക് ഫാക്ടേഴ്സ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെയിൻ അണ്ടർലൈങ് കോസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്? ഡയബറ്റിസ് മെലിറ്റസിൻ്റെ മെയിൻ അണ്ടർലൈങ് കോസ് ഏതാണ്? ലാക്ക് ഓഫ് എക്സസൈസ്, ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ഓർ ആക്ഷൻ ഓഫ് ഇൻസുലിൻ,
ഓവർ കൺസപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള അണ്ടർലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇതിലെ കുറേയൊക്കെ എന്താണ് ഡയബറ്റീസിന് കാരണമായിട്ടുള്ള കോഴ്സുകളാണ് ഇതിൽ മിക്കത്. ബട്ട് അതിലെ മെയിൻ ആയിട്ട് നമ്മൾ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എന്ന് പറയാൻ കാരണം ഇതാണ്, ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആണ്. സോ അതാണ് മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വിർച്വലി ആബ്സെൻറ്റ് സർക്കുലേറ്റിംഗ് ഇൻസുലിൻ ലെവൽ. ഇൻസുലിൻ്റെ ലെവൽ കുറവാണ് അല്ലെങ്കിൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ് വരുന്നത്? ടൈപ്പ് 1, ടൈപ്പ് 2, ഗസ്റ്റേഷണൽ ആൻഡ് ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. ഇതാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് എന്ത് വരിക, അതായത് ബ്ലഡിൽ ഇൻസുലിൻ്റെ എമൗണ്ട് ഇല്ലെങ്കിൽ വരുന്നത്, കാരണം പ്രൊഡക്ഷൻ നടക്കുന്നില്ലല്ലോ. നെക്സ്റ്റ് വൺ, അറ്റ് വാട്ട് ഏജ് ഈസ് ടൈപ്പ് 1 ഡയബറ്റീസ് മോസ്റ്റ് കോമൺലി ഡയഗ്നോസ്ഡ്. ഏതൊരു ഏജിലാണ് ഏറ്റവും കൂടുതൽ ടൈപ്പ് 1 ഡയബറ്റീസ് ഡയഗ്നൈസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് 10 to 14 ഏജിൻ്റെ ഇടയിലാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം 30 ഇയേഴ്സ് ബിലോ ആൾക്കാർക്കാണ് ടൈപ്പ് 1 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതൽ. മോസ്റ്റ് കോമൺ ഡയഗ്നൈസ് ചെയ്യുന്നത് 10 to 14 ഇയേഴ്സ് ഉള്ള കുട്ടികളിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് റിഗാർഡ് ചെയ്തിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ്? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കീറ്റോസിസ് ഇൻ ഇറ്റ്സ് അൺട്രീറ്റഡ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ടിപ്പിക്കലി അബ്രപ്റ്റ് ഇൻ ഓൺസെറ്റ്. It is often discovered by chance and has a gradual onset. It primarily affects children. ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഓഫൺ ഡിസ്കവേർഡ് ബൈ ചാൻസ് ആൻഡ് എസ് ഗ്രാജുവൽ ഓൺസെറ്റ് ആണ് വരുന്നത് കേട്ടോ. അതായത് ടൈപ്പ് 1ൻ്റെ കാര്യമാണ് ബാക്കിയെല്ലാം പറയുന്നത് കേട്ടോ. ടൈപ്പ് 2 ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. Which of the following is not a complication associated with chronic hyperglycemia in diabetes? ക്രോണിക് ഹൈപ്പർഗ്ലൈസീമിയ കാരണം നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറേ കോംപ്ലിക്കേഷൻസ് നമുക്ക് വരുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലല്ലാത്തത് ഇതിലേതാണ്? കാർഡിയോവാസ്കുലർ ഡിസീസ്, റീനൽ ഫെയിലിയർ, ഇൻഫെക്ഷൻ, ഹൈപ്പർതൈറോയിഡിസം. ഏതാണ് ഡയബറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത? ഏതാണ്? ഇറ്റ് ഈസ് ഹൈപ്പർ തൈറോയിഡിസം. ബാക്കിയെല്ലാം ഡയബറ്റീസ് ഉള്ളവർക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോംപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഫോം ഓഫ് ഡയബറ്റീസ് ഒക്കേഴ്സ് സ്പെസിഫിക്കലി ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഡയബറ്റീസിനെ എന്തെന്ന് പറയും? ടൈപ്പ് 1, ടൈപ്പ് 2, ജസ്റ്റേഷണൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രം. ഏതാണ്? ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ കാണുന്നത്. നെക്സ്റ്റ് വൺ, impaired glucose tolerance IGT is best described as a definite diagnosis of diabetes, an at-risk state between normality and diabetes, a temporary condition with no future complication, a condition exclusive to children. എങ്ങനെയാണ് നമ്മൾ ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് പറയുന്നത്? ഇറ്റ് ഈസ് അറ്റ് റിസ്ക് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രൈമറി റിസ്ക് ഫാക്ടർ അസോസിയേറ്റഡ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻ അർബൻ പോപ്പുലേഷൻ. അർബൻ പോപ്പുലേഷനിൽ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ റിസ്ക് ഫാക്ടർ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി റിസ്ക് ഫാക്ടർ ഏതാണ്? ഹൈ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, ഹയർ ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, അൺഫേവറബിൾ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്ററി ഹാബിറ്റ്, ലിമിറ്റഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ. ഏതാണ്? ദാറ്റ് ഈസ് അൺഫേവറബിൾ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്ററി ഹാബിറ്റ് കാരണമാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് അർബൻ പോപ്പുലേഷനിൽ വരുന്നത്. Which of the following is a significant determinant of insulin resistance in type 2 diabetes? ഇൻസുലിൻ റെസിസ്റ്റൻസിന് മെയിൻ ആയിട്ടുള്ള കാരണം ഏതാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ? ഇൻക്രീസ്ഡ് ഇൻടേക്ക് ഓഫ് ഡയറ്ററി ഫൈബർ, സെൻട്രൽ ഒബിസിറ്റി, ഹൈ ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, യങ് ഏജ്. ഏതാണ്? സെൻട്രൽ ഒബിസിറ്റി കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ജനറ്റിക് മാർക്കർ? ഏത് ജനറ്റിക് മാർക്കറുമായിട്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? HLA-DR3 and DR4, HLA-B8 and DR1, HLA-B15 and B44, HLA-A and B. ഏതാണ്? HLA-DR3 and DR4 ആണ് ടൈപ്പ് 1 ഡയബറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഈസ് നോട്ട് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ഒബിസിറ്റി? ഒബിസിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് ഇതിലേതാണ്? ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ജസ്റ്റേഷണൽ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ്. ഏതാണ് വരിക? അസോസിയേറ്റ് ചെയ്യാത്തത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? ഒബിസിറ്റി ഉള്ളപ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് ബാക്കിയെല്ലാം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻവയോൺമെന്റൽ ഫാക്ടർ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്? ടൈപ്പ് 2 ഡയബറ്റീസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇതിലേതാണ്? ലോ ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഹൈ ഫൈബർ ഡയറ്റ്, ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ.
സോ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് പറയാം സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കാരണമാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് മോസ്റ്റ് കോമൺലി അഫക്റ്റ് വിച്ച് ഏജ് ഗ്രൂപ്പ്? മാൽന്യൂട്രീഷൻ കാരണം നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഏത് ഏജ് ഗ്രൂപ്പിലാണ്? എൽഡർലി ഇൻഡിവിജ്വൽ, മിഡിൽ ഏജ് ഇൻഡിവിജ്വൽ, യങ് പീപ്പിൾ, ഇൻഫൻസ് ഓൺലി? യങ് പീപ്പിളിനാണ് കൂടുതൽ വരാനുള്ള ചാൻസ്. സോ യങ് പീപ്പിൾ. വിച്ച് ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ റെഡ്യൂസ് റിസ്ക് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്? ഏത് ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ് കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് റെഡ്യൂസ്ഡ്, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ ചാൻസ് കുറവ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ട്രാൻസ് ഫാറ്റി ആസിഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അനിമൽ ബേസ്ഡ് ഫാറ്റി ആസിഡ്? ഏതാണ്? ഇറ്റ് ഈസ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൺസ്യൂം ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് കുറയ്ക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ, what is the most common complication in diabetic patient that leads to non-traumatic lower limb amputation? ഏത് കാരണമാണ്? അതായത് നമ്മളെ നെർവിൽ ഡാമേജ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. സോ ഇറ്റ് ഇസ് ന്യൂറോപ്പതി കാരണമാണ് നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്. What is the term used for the genetic predisposition that can be exacerbated by obesity in type 2 diabetes? Insulin sensitive syndrome, metabolic syndrome, insulin resistant syndrome, glucose intolerance syndrome? Type 2 എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഇൻസുലിൻ റെസിസ്റ്റന്റ് സിൻഡ്രോം ആണ്. ഓക്കെ. വിച്ച് വൈറൽ ഇൻഫെക്ഷൻ ഹാസ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ ട്രിഗറിംഗ് ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻ ജനറ്റിക്കലി സസെപ്റ്റബിൾ ഇൻഡിവിജ്വൽ? ഏത് ഓർഗാനിസം അല്ലെങ്കിൽ ഏത് ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് വരാൻ ചാൻസ്? ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ബീറ്റാ സെല്ലിന് ഡാമേജ് ആയിട്ട് നമുക്ക് എന്താണ്? ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. സോ അത് ഏത് വന്നിട്ടായിരിക്കും? ഹെപ്പറ്റൈറ്റിസ് സി, ഇൻഫ്ലുവൻസ, ഹ്യൂമൻ കോസാക്സി വൈറസ് B4, ഹെപ്റ്റിൻ ബാർ വൈറസ്? ഏതാണ് വരിക? ഇറ്റ് ഇസ് ഹ്യൂമൻ കോസാക്സി വൈറസ് B4 ആണ്. നെക്സ്റ്റ് വൺ, എക്സസീവ് ആൽക്കഹോൾ ഇൻടേക്ക് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡയബറ്റീസ് പ്രൈമർലി ബൈ ഡാഷ്? എങ്ങനെയാണ് എക്സസീവ് ആൽക്കഹോൾ ഇൻടേക്ക് ഡയബറ്റീസിൻ്റെ റിസ്ക് ഇൻക്രീസ് ചെയ്യിക്കുന്നത്? ഇൻക്രീസ് കാർബോഹൈഡ്രേറ്റ് കൺസപ്ഷൻ, promoting obesity and damage the pancreas, lowering blood glucose level, improving insulin sensitivity? എന്താണ്? ഒബിസിറ്റി പ്രൊമോട്ട് ചെയ്യുകയും അതുവഴി പാങ്ക്രിയാസിൻ്റെ ഡാമേജ്, അതുപോലെ ലിവർ ആൻഡ് പാങ്ക്രിയാസിൻ്റെ ഡാമേജിന് കാരണമാകും. അങ്ങനെയാണ് ഈ എക്സസ് ആൽക്കഹോൾ കൺസപ്ഷൻ കാരണം നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്. വിച്ച് ഡയറ്ററി ഫാക്ടർ ഈസ് നോൺ ടു റെഡ്യൂസ് ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ഇൻസുലിൻ ലെവൽ ഇൻ പീപ്പിൾ വിത്ത് ടൈപ്പ് 2 ഡയബറ്റീസ്? ഹൈ ഇൻടേക്ക് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്, low carbohydrate diet, high intake of dietary fiber, excessive protein intake? നമുക്ക് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും ഇൻസുലിൻ്റെ ലെവൽ കുറയ്ക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡയറ്ററി ഫാക്ടർ ഇതാണ്. ഇറ്റ് ഈസ് ദ ഹൈ ഇൻടേക്ക് ഓഫ് ഡയറ്ററി ഫൈബർ. ഡയറ്ററി ഫൈബർ നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിലാണ് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ്? Diabetes mellitus is characterized by a state of chronic hyperglycemia caused by the defective production or action of insulin. It is a true statement ആണ് അല്ലേ? Next one, type 1 diabetes typically has a gradual onset and is more common in elderly individual. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Type 2 diabetes is often associated with obesity and sedentary lifestyle. അപ്പോൾ ഇതിൽ ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Diabetic mellitus is characterized by a state of chronic hyperglycemia caused by defective production or action of insulin. അത് കറക്റ്റ് ആണ് അല്ലേ? അപ്പം 2 മാത്രമാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം 2 ഒള്ളിയാണ് കേട്ടോ. only 2 മാത്രമാണ് റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് കാരണം നമുക്ക് എന്തുണ്ടാകും? ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇൻസുലിൻ ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ആക്ഷൻ ഡിഫക്റ്റീവ് ആയിട്ടിരിക്കുമ്പോഴാണ് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നത്. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് ഈ ഒബിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം റോങ് ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് കേട്ടോ. only 2. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഇതിലേതാണ്? Gestational diabetes can increase the risk of type 2 diabetes for both the mother and her child later in life. It is a true statement ആണത്.
Insulin resistant is not associated with coronary artery disease and stroke. Insulin resistance coronary artery diseaseും സ്ട്രോക്കും ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. Impaired glucose tolerance IGT is considered as at risk state between normal and diabetic. നോർമലിനും ഡയബറ്റിക്കിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്നാണ് പറയുന്നത്. സോ ഇതിലേതാണ് കറക്റ്റായിട്ട് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇതിലേതാണ്? ഇൻസുലിൻ റെസിസ്റ്റന്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ്. സോ ഓൺലി 2 ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഇതിലേതാണ്? The prevalence of diabetes is higher in rural area compared to urban area, which is a wrong statement. Autoimmune destruction of pancreatic beta cell is the primary cause of type 2 diabetes. It is also a wrong statement. The genetic predisposition for type 1 diabetes is strongly associated with HLA, DR3 and DR4 markers. It is a right statement. അപ്പോൾ only 3 ആണ് right ആയിട്ടുള്ള അല്ലെങ്കിൽ correct ആയിട്ടുള്ള statement. Next one, which of the following statement is or are correct? Correct ആയിട്ടുള്ളത് ഇതിലേതാണ്? Obesity, particularly central adiposity, is a major risk factor for type 2 diabetes. അത് correct ആണല്ലേ? പിന്നെ dietary fiber intake has been shown to reduce blood glucose level in individual with type 2 diabetes. It is also a right statement. Type 1 diabetes is often associated with ketosis in its untreated state. അതും correct ആയിട്ടുള്ള statement ആണ്. So all are correct. എല്ലാം correct ആയിട്ടുള്ള statement ആണ്. Next one, which of the following statement is or are correct? Excessive alcohol intake has no impact on diabetes risk. അത് wrong ആണ് അല്ലേ? Wrong ആയിട്ടുള്ള statement ആണ്. Malnutrition in early childhood can impair beta cell function and increase the risk of diabetes later in life. അത് right ആയിട്ടുള്ള statement ആണ്. High consumption of saturated fats from animal source reduce the risk of developing type 2 diabetes. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോൾ ആകെ റൈറ്റ് ആയിട്ടുള്ളത് only 2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഡയബറ്റിസ് എന്താണെന്നും ടൈപ്പ് ഓഫ് ഡയബറ്റിസ് നോക്കി, ഡയബറ്റിസ് മെൽറ്റസ് നോക്കി, പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെ കൊണ്ടാണ് ഡയബറ്റിസ് വരാനുള്ള ചാൻസും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി സ്ക്രീനിങ്ങും പ്രിവെൻഷനും ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു എവരിവൺ.